ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണ്: ഏലിയാവിനെ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടു. ആ പദ്ധതിക്ക് മുന്നോടിയായി ഏലിയാവ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിൽ പ്രവാചക സംഘങ്ങളുണ്ട്, പ്രവാചക ശിഷ്യന്മാരുണ്ട്. അവരെല്ലാം അവസാനമായി പോയി കാണുകയാണ്. ദൈവം പല സ്ഥലങ്ങളിൽ ഏലിയാവിനെ അയക്കുന്നു. ഏലിയാവ് ദൈവം അയക്കുന്ന സ്ഥലത്ത് മാത്രമേ പോവുകയുള്ളൂ. ഏലിയാവ് പോയില്ല എന്ന് പറഞ്ഞ് ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അയക്കുന്ന സ്ഥലത്ത് മാത്രമേ ഏലിയാവ് പോവുകയുള്ളൂ. ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ദൈവ മനുഷ്യനാണ്. ആത്മാവ് നടത്തുന്നവർ. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. ഇങ്ങനെയാകുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ഏലിയാവും അങ്ങനെ ഒരു മനുഷ്യനാണ്. ആരും ചിന്തിക്കുന്നത് പോലെയല്ല, ആരുടെയും വിചാരങ്ങൾക്കനുസരിച്ചിട്ടല്ല, ആരുടെയും ഇമോഷൻസിനനുസരിച്ചിട്ടല്ല, ആരുടെയും ഫീലിങ്സിനനുസരിച്ചിട്ടല്ല. പരിശുദ്ധാത്മാവ് നടത്തുന്ന നടത്തിപ്പിനനുസരിച്ച് ചലിക്കുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്ന ദൈവ മനുഷ്യൻ. നാം ഇന്ന് ഈ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ നാമും അങ്ങനെ ആകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മെ നടത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകും. ഇരുട്ട് മാറിപ്പോകും. ലോക മനുഷ്യനായിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വന്നാൽ അവൻ പിന്നെ ലോക മനുഷ്യനായിരിക്കില്ല, അവൻ ദൈവ മനുഷ്യനായി മാറും. ഹല്ലേലൂയ.